ഗൈസ്, അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് എന്താണ് അൺബോക്സ് ചെയ്യണമെന്ന് നമ്മൾ പണ്ടേ പറയുന്ന സാധനമാണ്. ഇത് പേപ്പർ സോപ്പാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കൊന്ന് ഡ്രസ്സ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെയൊക്കെ മാറിയിട്ട് വരാം. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഡ്രസ്സ് മാറാൻ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ കാലൊക്കെ കഴുകിയിട്ട് ഇങ്ങനെ ഡ്രസ്സ് മാറാന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞങ്ങൾ ഇപ്പം പുറത്ത് പോയിട്ട് വന്നതേ ഉള്ളൂ. അതാണ് ഈ പേപ്പർ സോപ്പ് കൊണ്ട് വാങ്ങിച്ചിട്ട് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് മുടി വെട്ടാൻ പോയി. ഒന്ന് ഉളാമ്പിച്ച് കെട്ടണതാണ് എൻ്റെ ഹോബി എന്ന് പറയുന്നത്. എല്ലാമ്മ ഉളാമ്പിച്ച് കെട്ടാൻ എനിക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കെട്ടിയിരുന്നു. എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാം ഗൈസ്. നല്ല പാടോട്ട് കിട്ടാൻ അനിയത്തി മാന്തി വെച്ചേക്കണം. നല്ല പാടം കിട്ടാൻ അനിയത്തി മാന്തി കഴിഞ്ഞാൽ പൊട്ടൂട്ടോ ഗൈസ്. അമ്മയുടെ കൈയൊക്കെ നന്നായിട്ട് പൊട്ടിയിരിക്കുക. എൻ്റെ കൈയൊക്കെ ഇവിടെ പൊട്ടിയതാണ്, ഇത്തിരി മാറിയതാണ്. അപ്പോൾ പേപ്പർ സോപ്പിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പം ഞാനിത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഞാൻ പുറത്ത് പോയിട്ട് വന്നതുകൊണ്ടാണ് ഡ്രസ്സ് മാറിയത് എന്ന്. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുമ്പാവൂരിലോട്ടാണ്. ഇത് ഞങ്ങളുടെ വീടാണ്. പെരുമ്പാവൂരാണ് കേട്ടോ ഗൈസ്. എങ്ങോട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ പോയതാണ്, എറണാകുളവും അങ്ങോട്ടോ. അപ്പോൾ ഗൈസ് എന്തൊക്കെയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പെരുമ്പാവൂർ മോളിൽ പോയതാണ്. പെരുമ്പാവൂർ മോളിലല്ല, ഒരു മോളിൽ പോയതാണ് എന്തായാലും. അപ്പോൾ ഞങ്ങൾ മോളിൽ ശരിക്കും പോയത് ഇങ്ങനെ പാർക്കിൽ കയറാനാണ്. അവിടെ ഒരു ബോട്ട് പാർക്ക് ഉണ്ട്, അപ്പോൾ അവിടെ കയറാനാണ്. അവിടെ കുറേ പാവകളൊക്കെ ട്രൈ ചെയ്തു ഗൈസ്, പക്ഷേ കിട്ടിയിരുന്നു. അപ്പോൾ ഇതെന്തായി വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇതെനിക്ക് വാങ്ങണമെന്ന് നല്ല ആഗ്രഹമുണ്ട് ഗൈസ്. ഇത് യൂട്യൂബിലൊക്കെ ഞാൻ കാണാറുള്ളത് സാധനമാണ്. ഇത് റിയലി വർക്ക്സ് ആണത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നല്ല അടിപൊളി ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഗൈസ് ഇതിനകത്ത്. അപ്പോൾ ഞാൻ പിങ്കാണ് വാങ്ങിച്ചേക്കണത്. എനിക്ക് പിങ്കാണ് കേട്ടോ ഗൈസ്. ഞാൻ ഗേളല്ല, അപ്പോൾ ഞാൻ പിങ്കാണ് വാങ്ങിച്ചേക്കണത്. ബോയ്സൊക്കെ വാങ്ങുന്നത് ബോയ്സിൻ്റെ കളറാണ്. അപ്പോൾ ഇതിൻ്റെ പാക്കേജ് ഇങ്ങനെ ഇരിക്കും കേട്ടോ ഗൈസ്. ഞാൻ മുമ്പ് കാണിച്ചില്ല, അതുപോലെ ഇരിക്കും. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഉള്ളത് ഇങ്ങനെയൊക്കെ ഇരിക്കും കേട്ടോ ഗൈസ്. ഒരു പൂ ഷേപ്പ്, ഒരു ലവ് ഷേപ്പ്, അങ്ങനെയൊക്കെ ഇരിക്കും കേട്ടോ ഗൈസ്. ഇതിങ്ങനെ സോപ്പ് ക്യാരി ചെയ്തിട്ട് പോകാനൊക്കെ, സാധാരണ സോപ്പൊക്കെ ഇങ്ങനെ ക്യാരി ചെയ്തിട്ട് പോകാനൊക്കെ നല്ല പാടായിരിക്കും. ഇങ്ങനെ എന്താണ്, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ക്യാമ്പിന് ക്യാമ്പിങ്ങിന്, അപ്പോൾ അങ്ങനെയൊക്കെ പോകാൻ വേണ്ടിയിട്ട്, വെക്കേഷന് ക്യാമ്പിങ്ങിന്, ഫോറസ്റ്റിന് ക്യാമ്പിങ്ങിന്, അങ്ങനെയൊക്കെ പോകാനാണെങ്കിൽ ഫോറസ്റ്റിന് ക്യാമ്പിങ്ങിന് സോപ്പ് ഒന്നും ഉണ്ടാവില്ലല്ലോ ഗൈസ്. അപ്പോൾ നമ്മൾ സോപ്പ് ക്യാരി ചെയ്തുകൊണ്ട് പോകേണ്ടേ വരും. അപ്പോൾ ഇതാണെങ്കിൽ നമ്മുടെ പോക്കറ്റിൽ വെക്കാം കേട്ടോ ഗൈസ്. എക്സാമ്പിൾ ഫോർ എനിക്കൊരു പോക്കറ്റ് ഉണ്ട്, ഞാനിപ്പോൾ ഇതിനകത്ത് വെക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ചെറിയ ബോട്ടിലാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിനകത്ത് ഒരു എന്തൊക്കെയോ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഞാനിപ്പോൾ പൂ ഷേപ്പ് കാണിച്ചില്ല, അതിൻ്റെ അതേപോലെ തന്നെ ഇതിനകത്ത് കുറേ ഷേപ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാൻ പറ്റും, കുറേ ഷേപ്സ് ഉണ്ട്. ഇത് നമുക്ക് 3-4 മാസമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. 3-4 മാസമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. എത്രയ്ക്ക് മാസങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇത് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അങ്ങനെ വേറൊന്നുമില്ല. ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരെണ്ണം ഇങ്ങനെ കയ്യിലെടുക്കണം. 4 ഷേപ്പ് വന്നുള്ള ഗൈസ്. അപ്പോൾ ഇങ്ങനെ ഒരെണ്ണം ഇങ്ങനെ കയ്യിലെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. അത് കാണിക്കാമെന്ന് ഞാനിപ്പോൾ കാണിക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം, കാണിക്കാം. ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് കാണിക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് അവിടെ സോപ്പ് നമുക്ക് വീട്ടിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ ഗൈസ്. കാരണം ഇത് വീട്ടിൽ ഉപയോഗിക്കാൻ അവൈലബിൾ സാധനമാണ്. കാരണം ഇവരൊക്കെ ഇങ്ങനെ മോളിൽ കൊണ്ട് വെക്കുമ്പോൾ എനിക്ക് എടുക്കാൻ ഇത്തിരി കാണായിരിക്കും. അപ്പോൾ ഉറങ്ങി ഞാൻ എടുത്തിട്ട് അമ്മയുടെ ഈ കൊടുക്കുകയാണ്. ഈ ഗൈസ് എടുക്കാൻ പറ്റില്ല ഗൈസ്. ഉറങ്ങൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പിടിക്കാം. അമ്മ പിടിച്ചിട്ട് ഈ അടുപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതെ ഇതുപോലെ ഇങ്ങനെ കയ്യിൽ അങ്ങോട്ട് വെക്കുക. ഇങ്ങനെ കൈ വെച്ചിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൈ ഇങ്ങനെ സോപ്പിട്ട് കഴുകിയില്ല കേട്ടോ ഗൈസ്. എന്നിട്ട് ഇങ്ങനെ കുറച്ച് വെള്ളം കൊടുത്തിട്ട് ഇതേ ഇങ്ങനെ അങ്ങോട്ട് കഴുകുക. ജസ്റ്റ് ഇങ്ങനെ ഉണ്ട് ഗൈസ്. എനിക്ക് ഭയങ്കര സോപ്പ് കണ്ടില്ല ഗൈസ്. പേപ്പർ സോപ്പ് ഉണ്ടോ ഗൈസ്? സത്യം പറയാണ് ഇത് നല്ല അടിപൊളിയാണ്. കുറച്ച് വെള്ളം മതി കേട്ടോ ഇതിന്. അപ്പോൾ അതാണ് ഡീറ്റെയിൽ. ആ സോപ്പ് കൈ
വായൊക്കെ നന്നായിട്ട് തുറക്കണം കേട്ടോ ഗൈസ്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മൂടി ഇറക്കാൻ പാടുള്ളൂ. അന്ന് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൊണ്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അരിഞ്ഞു പോകുന്ന സാധനം കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് അപ്പം തന്നെ അരിഞ്ഞു പോകുന്ന സാധനമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് അരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം കൊണ്ട് തൊടാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ മേത്തിങ്ങനെ തുറത്തത്. തുറക്കൊന്നും ഇവിടെ ഇല്ല ഗൈസ്. എൻ്റെ തുറത്ത് അവിടെ ഇങ്ങനെ വിട്ടിട്ടേ. അപ്പോൾ അതാണ് സാധനം. നല്ല സാധനമാണ് ഗൈസ്. ഒരു കാര്യം പറയാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് ഗൈസ്. അപ്പോൾ ഈ സോപ്പ് മസ്റ്റ് ട്രൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട സാധനം നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട സാധനമാണ് കേട്ടോ. അപ്പോൾ മസ്റ്റ് ട്രൈ. See you.